തെരഞ്ഞെടുപ്പ് അടുത്താൽ മാത്രം ഉണരുന്ന, പക്ഷേ അധികാരം കിട്ടും മുൻപേ തന്നെ പകൽക്കിനാവ് കാണാൻ തുടങ്ങുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ആണ്. ജനങ്ങൾക്ക് മുൻപിൽ വിശ്വാസയോഗ്യമായ ഒരു പര്യാപ്തമായ പരിഗണനയായി തങ്ങളെ അവതരിപ്പിക്കാനാകാതെ നിൽക്കുന്ന ഈ പാർട്ടി സ്വന്തം വീടിനുള്ളിലെ കസേര കളിയിൽ കുടുങ്ങി വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് പോകുന്ന ദൃശ്യമാണ് കേരളം കാണുന്നത്. ഭരണം പിടിക്കാനുള്ള തന്ത്രം രൂപപ്പെടുന്നതിന് മുൻപേ ആ ഭരണം ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചർച്ചയിൽ പാർട്ടി തന്നെ പിളർന്നു കിടക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒന്ന് വിയർക്കും മുൻപേ ജയമുറപ്പിച്ച് കസേര വലിച്ചിടുന്ന കോൺഗ്രസ് ശൈലിക്ക് ഇത്തവണയും ഒരു മാറ്റവും വന്നിട്ടില്ല. ഭരണം കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും കിട്ടിയാൽ അത് ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഉശിരൻ തർക്കം നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങളുമായി പടയൊരുക്കം നടത്തുന്നതിനിടയിലാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ആ മോഹങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്നത്. നമ്മൾ ജയിച്ചാൽ മുഖ്യമന്ത്രി ചെന്നിത്തലയായിരിക്കുമെന്ന പി.ജെ. കുര്യന്റെ പ്രവചനം വന്നതോടെ സതീശന്റെ പടയൊരുക്കം പാതി വഴിയിൽ പഞ്ചറായ മട്ടാണ്. പണ്ട് ഐശ്വര്യ കേരള യാത്ര നടത്തിയിട്ടും കിട്ടാത്ത ഭാഗ്യം ഇത്തവണ ചെന്നിത്തലയെ തേടി വരുമോ എന്നതാണ് ഇപ്പോൾ അണികളുടെ പ്രധാന സംശയം. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ കൂടി ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി എത്തിയതോടെ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം മുറുക്കി. സതീശനോടും കെ.സി. വേണുഗോപാലിനോടുമുള്ള തന്റെ കടുത്ത വിയോജിപ്പ് തീർക്കാൻ സുധാകരൻ കണ്ടെത്തിയ വജ്രായുധമാണ് ചെന്നിത്തലയുടെ പേര്. സ്ഥാനാർത്ഥി നിർണയത്തിലെ കടിപിടി കഴിഞ്ഞപ്പോൾ അടുത്തയൂഴം മുഖ്യമന്ത്രി കസേരയ്ക്കായി എന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം. ജയിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രിയെ വാഴിക്കാൻ കാട്ടുന്ന ഈ ആവേശം ആരെയും ചിരിപ്പിക്കും വിധം പരിതാപകരമാണ്. ആദ്യം ഒന്ന് ജയിക്കണ്ടേ എന്ന സാമാന്യ യുക്തിയെ ബലി കഴിച്ചുകൊണ്ട് ഇരിക്കാൻ പറയും മുൻപേ കാല് നീട്ടുന്ന ഈ പഴയ കോൺഗ്രസ് രീതി ഇത്തവണയും വള്ളിപുള്ളി തെറ്റാതെ തുടരുന്നു എന്ന് വേണം കരുതാൻ. ഇത് വെറും നേതൃ മത്സരം മാത്രമല്ല, കോൺഗ്രസിന്റെ നിലനിൽപ്പിനുള്ള ഒരു വലിയ ചോദ്യം കൂടിയാണ്. ജനങ്ങൾക്ക് മുൻപിൽ ഒരു ശക്തമായ നേതാവായി തങ്ങളെ ഉയർത്തിക്കാട്ടേണ്ട സമയത്ത് പോലും സ്വാർത്ഥതയും കസേര പ്രതീക്ഷകളും മുൻനിർത്തി പരസ്പരം തമ്മിലടിക്കുന്ന ഈ രാഷ്ട്രീയം പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുകയാണ്. ഒരു പാർട്ടി അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ അധികാരം ആരുടെ കയ്യിലാകണമെന്ന വഴക്കിൽ പെടുന്നുവെങ്കിൽ അത് ഭരണത്തിനുള്ള തയ്യാറെടുപ്പല്ല, പൂർണ്ണമായ രാഷ്ട്രീയ അസംഘടിതാവസ്ഥയുടെ പ്രഖ്യാപനമാണ്.